ആദ്യമായി കേരളത്തിലെത്തിയ ജനങ്ങൾ ആരാണെന്നറിയാമോ? 50,000 വർഷം മുമ്പ് കേരളത്തിലെത്തിയ നിഗ്രിറ്റോസ് വംശജരാണ്. ഇന്ന് കേരളത്തിലെ ആദിവാസി ഗോത്രത്തിലെ കാടർ, ഇരുളർ തുടങ്ങിയവരാണ് കേരളത്തിലെത്തിയ ആദ്യത്തെ ജനങ്ങൾ. മറ്റൊരു രസകരമായ കാര്യം, അവർ കേരളത്തിലെത്തുമ്പോൾ കടലുണ്ടായിരുന്നത് ഇന്ന് ഉള്ളതിനേക്കാൾ വളരെ പിൻവലിഞ്ഞായിരുന്നു. ഇന്ന് കേരളത്തിലെ ബീച്ചുള്ള പ്രദേശമാകെ അന്ന് വൻ മരങ്ങൾ നിറഞ്ഞ കാടായിരുന്നു. അടുത്തതായി എത്തിയവരാണ് ആദിവാസികളിലെ അടിയർ, പണിയർ, കുറിച്യർ ഉൾപ്പെടുന്ന ആസ്ട്രലോയിഡ് വംശജർ. ഇവരെത്തിയ വർഷം കണ്ടെത്തുവാൻ കഴിയില്ല. പക്ഷേ ഇവരാണ് കേരളത്തിൽ നെൽകൃഷി തുടങ്ങിയത്. കൃഷി എന്ന് പറയുമ്പോൾ വയലൊന്നും സങ്കല്പിക്കരുത്. നദികളുടെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ നെല്ല് വളർത്തും. അത്രയേ ഉള്ളൂ അന്നത്തെ കൃഷി. മൂന്നാമതെത്തിയവരാണ് ഇടക്കൽ ഗുഹയിൽ താമസിച്ച പ്രോട്ടോ ദ്രാവിഡിയന്മാർ. ഇവർ എത്തിയത് കടൽ വഴിയല്ല, കരമാർഗമാണ്, ഡെക്കാൻ പീഠഭൂമി വഴി. നാലാമതായി എത്തിയവരാണ് മെഗാലിത്തിക് ജനങ്ങൾ, മുനിയറ നിർമ്മിച്ചവർ. BC 1200-ൽ ഇരുമ്പായുധങ്ങളൊക്കെ ലഭ്യമായതോടെ പാലക്കാട് ഗ്യാപ്പിലെ വൃക്ഷങ്ങളൊക്കെ വെട്ടിമാറ്റി പാതയുണ്ടാക്കിയാണ് ഇവർ കേരളത്തിൽ പ്രവേശിക്കുന്നത്. ഇന്നത്തെ പാലക്കാട്, തൃശൂർ, മലപ്പുറത്തെ പെരിന്തൽമണ്ണ, നിലമ്പൂർ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഇവർ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ 5-മതായി എത്തിയവർ ആരാണെന്നറിയാമോ? പലരും കരുതുന്നത് പോലെ അത് ദ്രാവിഡർ അല്ല, മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളാണ്. ഈജിപ്തിലെ പിരമിഡിൽ നിന്നും ലഭിച്ച കുരുമുളക് തന്നെയാണ് തെളിവ്. അവർ കേരളത്തിലെത്തിയത് സ്വർണം തേടിയായിരുന്നു. അങ്ങനെ കേരളത്തിൽ സ്വർണമൊഴുകുന്ന 2 പുഴകളായ ചാലിയാറിനും ഭാരതപ്പുഴയുടെയും ഇടയിൽ ഇന്നത്തെ മലപ്പുറത്ത് കേരളത്തിലെ ആദ്യത്തെ പട്ടണം രൂപപ്പെട്ടു, ടിൻഡസ്. മലബാറിന് മിഡിൽ ഈസ്റ്റുമായുള്ള ബന്ധം വളരെ പണ്ടേ ഉള്ളതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ നിരന്തരമായി നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ പ്രീ ഹിസ്റ്റോറിക് കേരളത്തെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കൂ.